സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപ്പോൾ നമ്മുടെ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു വ്യാഖ്യാനവും അതിൻ്റെ നാമങ്ങളുടെ അർത്ഥങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു അവസാനമായിട്ട് പറഞ്ഞ ഒരു നാമമാണ് കദംബ വനവാസിനി. കദംബങ്ങൾ നിറഞ്ഞ ഒരു തോട്ടത്തിൽ, ആ ഒരു വനത്തിൽ താമസിക്കുന്ന ദേവിയെന്ന്. ഇനി അടുത്തത് 61ാമത്തെ നാമം സുധാസാഗര മധ്യസ്ഥ. സുധാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ്. ഇപ്പോൾ സുധാസാരാഭിവർഷിണി എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ സഹസ്രാര പത്മം വരെ കുണ്ടലിനി ശക്തി ഉയർന്ന സഹസ്രാര പത്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരുന്ന ആ അമൃതപ്രവാഹം, അത് ഉണ്ടാക്കുന്ന ആ ഒരു സമുദ്രം, അതിൻ്റെ കർണികയിൽ, ആ സഹസ്രതള പത്മത്തിൻ്റെ കർണികയിൽ ഇരിക്കുന്ന ദേവി എന്നും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം എടുക്കാം. അപ്പോൾ ഈ കുണ്ഡലിനി യോഗത്തിൽ സഹസ്രതള പത്മത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 6 ചക്രങ്ങളും കടന്ന് പോകുന്ന ആ ഒരു അവസ്ഥയാണ് സഹസ്രാര പത്മം. അവിടെ അതിൻ്റെ കർണിക മധ്യഭാഗം, അവിടെ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട്. സുധാസാഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ദേവിയുടെ നാമം. ഇനി 62ാമത്തെ നാമം കാമാക്ഷി. കാമങ്ങളായ അക്ഷികളുള്ളവൾ, അല്ലെങ്കിൽ കമനീയമായ ഭംഗിയുള്ള കണ്ണുകളുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അക്ഷികൾ, കണ്ണുകൾ. അപ്പോൾ പിന്നെ ഇതിൽ പറയുന്നത് ക എന്ന് പറയുന്നത് സരസ്വതിയെയും മ എന്ന് പറയുന്ന ലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്ന കാമാക്ഷി എന്ന് പറയുമ്പോൾ സരസ്വതിക്കും ലക്ഷ്മിക്കും ജന്മം നൽകിയ കണ്ണുകളുള്ളവൾ എന്നാണ് കാമാക്ഷി എന്ന പദത്തിനർത്ഥം. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, ആദ്യ ലക്ഷ്മിയും പരമേശ്വരിയും ആയ ലളിതാദേവി എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, ലളിതാദേവി വലതു കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും ഇടത് കണ്ണുകൊണ്ട് വിഷ്ണുവിനെയും കടാക്ഷിച്ചു. അപ്പോഴാണ്, അതിൽ നിന്നാണത്രേ സരസ്വതിയും, ബ്രഹ്മാവിനെ കടാക്ഷിച്ചപ്പോൾ സരസ്വതിയും, അതുപോലെ വിഷ്ണുവിനെ കടാക്ഷിച്ചപ്പോൾ ലക്ഷ്മിയും ഉണ്ടായി എന്നും, അതാണ് ഈ ക എന്ന പദം സരസ്വതിയെയും മാ എന്ന പദം ലക്ഷ്മി ദേവിയെയും കുറിക്കുന്നത്. അതാണ് കാമാക്ഷി. കാമാക്ഷി എന്ന് പറയുമ്പോൾ ഈ സരസ്വതിക്കും ലക്ഷ്മിക്കും ജന്മം നൽകിയ കണ്ണുകളുള്ളവൾ എന്നും അർത്ഥമാണ്. അപ്പോൾ ഈ കടാക്ഷം കൊണ്ട് ഭക്തന്മാരുടെ എല്ലാ കാമങ്ങളെയും നിറവേറ്റുന്നവൾ എന്ന വേറൊരു അർത്ഥവും കൂടെ പറയാം. എല്ലാ ആഗ്രഹങ്ങളെയും ഒരു കടാക്ഷം കൊണ്ട് തന്നെ, ഒരു നോട്ടം കൊണ്ട് തന്നെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ കഴിയുന്നവളാണ് ദേവി എന്നും, അതുകൊണ്ട് ബ്രഹ്മാവ് കാമാക്ഷി എന്ന പേര് ദേവിക്ക് കൊടുത്തു എന്നും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു. ഇനി അടുത്തത് 63ാമത്തെ നാമം കാമദായിനി. കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവളാണ് പിന്നെ ദേവി. അപ്പോൾ അല്ലെങ്കിൽ കാമേശ്വരൻ, അല്ലെങ്കിൽ ശിവനോട് ഒരു അവകാശിയായിട്ടിരിക്കുന്നവൾ എന്നും ഈ നാമത്തെ പറയാം. അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ എന്നും പറയാം. ഇനി 64ാമത്തെ നാമം ദേവർഷിഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവർഷികൾ, ദേവന്മാർ, ഋഷിഗണങ്ങൾ, സംഘാത അവരുടെ സമൂഹത്താൽ, സ്തൂയമാനാത്മ അതായത് സ്തൂയമാന എന്ന് പറയുമ്പോൾ സ്തുതിക്കപ്പെട്ട, ആത്മവൈഭവ സ്വന്തമായ കുശലതയോട് കൂടിയവൾ. അപ്പോൾ ദേവന്മാരും ഋഷിഗണങ്ങളും ഒക്കെ ദേവിയെ പല സന്ദർഭങ്ങളിലും സ്തുതിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാൽ സ്തുതിക്കപ്പെട്ട സ്വന്തമായ കുശലതയോട് കൂടിയവൾ, അതായത് കാര്യപ്രാപ്തി, അതാണ് കുശലത.
അപ്പോൾ ദേവർഷികളുടെയും ഋഷിമാരുടെയും സമൂഹത്താൽ, അവരുടെ ഗണങ്ങളാൽ, സമൂഹത്താൽ, അവരുടെ കൂട്ടങ്ങളാൽ സ്തൂയമാന, അതായത് സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ സ്വന്തമായ കുശലതയോട് കൂടിയവൾ. അതാണ് ദേവർഷി ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇത് പറയാൻ കാരണം, ഭണ്ഡാസുരൻ എന്ന അസുരനെ ദേവി വധിച്ച ആ ഒരു വധത്തിൻ്റെ കാര്യസിദ്ധിക്ക് വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ, എല്ലാ ഋഷിഗണങ്ങളും ഒക്കെ ദേവിയോട് പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ ആത്മവൈഭവമുള്ളവളാണ് ദേവി എന്നും, ദേവി ആ ഋഷിഗണങ്ങൾക്ക് അപ്രാപ്യമായ ശക്തി ഐശ്വര്യങ്ങൾക്ക് ഇരിപ്പിടമാണ് ലളിതാദേവി എന്നുമാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇനി അടുത്ത ഒരു നാമം ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത. ഇനിയാണ് നമ്മൾ ലളിതാദേവിയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു നാമമാണ് ഇനി പറയുന്നത്. ഭണ്ഡാസുരനെ വധിച്ച ദേവി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭണ്ഡാസുരൻ്റെ വധത്തിന്, ഭണ്ഡാസുരൻ്റെ വധത്തിന് ഉദ്യുക്ത മുതിർന്ന ശക്തിസേനാ സമന്വിത, ശക്തികളുടെ കുറേ ദേവഗണങ്ങളും ഒക്കെ ഈ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് മുതിർന്ന, അതാണ് ഉദ്യുക്ത. ശക്തിസേന, ശക്തികളുടെ സേനയോട് കൂടിയവൾ, സമന്വിത അതിനോട് കൂടിയവൾ, ശക്തികളുടെ സേനയോട് കൂടിയവൾ. അപ്പോൾ ഇവിടെയാണ് ആ ലളിതാദേവിയുടെ അവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതെന്താ, പരമേശ്വരൻ്റെ തപസ്സിന് ഭംഗം വരുത്താൻ വേണ്ടി കാമദേവൻ പുറപ്പെട്ടപ്പോൾ ശിവൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് ആ അഗ്നിയിൽ കാമദേവൻ ചാരമായി പോയി എന്നും, ആ ചാരം ചാമ്പൽ ആയ കഥ നമുക്ക് അറിയാവുന്നതാണ്. ആ കഥയിൽ ആ സന്ദർഭത്തിൽ ഒരു ഗണനായകനായ ചിത്രസേനൻ ഈ ചാരമൊക്കെ എടുത്ത് ഒരു മനോഹരമായ ഒരു പുരുഷരൂപത്തെ ഉണ്ടാക്കി, ആ ബാലരൂപത്തെ ഉണ്ടാക്കി. ആ ബാലരൂപത്തെ ശിവൻ്റെ ദൃഷ്ടി ആ ബാലരൂപത്തിൽ പതിഞ്ഞപ്പോൾ അതിന് ജീവനുണ്ടായി എന്നും, അവിടെ നിന്ന് ഒരു തേജസ്വിയായ ഒരു ബാലൻ ഉണ്ടായി. ആ ബാലന് ഗണനായകനായ ചിത്രസേനൻ ശതരുദ്രീയം എന്ന ആ മന്ത്രം ഉപദേശിച്ചു. ആ മന്ത്രം കൊണ്ട് ശിവനെ പൂജിക്കാൻ തുടങ്ങി ആ ബാലൻ. അങ്ങനെ ശിവൻ പ്രസാദിക്കുകയും ഇത് കണ്ട ബ്രഹ്മാവ് പ്രസാദിച്ച് അവന് ഭണ്ഡൻ എന്ന പേര് നൽകി. അവനാണ് ആ ബാലനാണ് അസുരനായി തീർന്ന ഭണ്ഡാസുരൻ. അപ്പോൾ ശിവൻ്റെ ക്രോധാഗ്നിയിൽ ജനിച്ച ഭണ്ഡൻ. അപ്പോൾ അങ്ങനെ ആ ഭണ്ഡൻ എന്ത് ചെയ്തു, ആ അസുരൻ ചക്രവർത്തിയായിട്ട് മാറി, എല്ലാ ഐശ്വര്യങ്ങളും വർദ്ധിച്ചു. അപ്പോൾ ഭണ്ഡൻ ഈ ശതരുദ്രീയം ജപിച്ചുകൊണ്ട് ശിവനെ പ്രസാദിപ്പിച്ചപ്പോൾ 2 വരങ്ങൾ ചോദിച്ചു. എൻ്റെ നേർക്ക് നിൽക്കുന്ന, എന്നോട് എതിർക്കാൻ വരുന്ന ശത്രുവിൻ്റെ പാതി ബലം എനിക്ക് കിട്ടണമെന്നും, പിന്നെ ഒരാൾക്കും എന്നെ ഒരു ആയുധത്താലും എന്നെ നശിപ്പിക്കാൻ കഴിയരുത് എന്നും ഉള്ള ഒരു വരങ്ങളാണ് വാങ്ങിയത്. അങ്ങനെ അതിശക്തനായി തീർന്ന ആ ഒരു അസുരൻ, ആ അസുരൻ്റെ നശിപ്പിക്കാനായിട്ട് ദേവഗണങ്ങൾ വേറെ ആർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരാശക്തിയെ ഉപാസിച്ചു. അങ്ങനെ പരാശക്തിയോട് സഹായം ചോദിച്ചു. ആ സമയത്ത് പരാശക്തി ലളിതാംബിക എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ എന്താ പറയുക, കുറേ ഒരു മായാപ്രാകാരം നിർമ്മിച്ചു. അപ്പോൾ ഈ മായാപ്രാകാരം, അതായത് ഈ ഹിമവൽ പ്രദേശത്തിനടുത്ത് ഒരു മായാപ്രാകാരം, ഒരു കൊട്ടാരം, ഒരു കോട്ട പോലെ അത് നിർമ്മിച്ചു. അപ്പോൾ ഈ ഭണ്ഡാസുരൻ്റെ സൈന്യത്തിന് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ്
ദേവകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പക്ഷെ അവിടെ നിന്ന് ഇരുന്ന് പൂജയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഭണ്ഡാസുരൻ സൈന്യത്തോടു കൂടി വന്ന് ഇവരെ ആക്രമിച്ചു ദേവന്മാരെ. അപ്പോൾ ഈ മായാപ്രാകാരത്തിൻ്റെ ശക്തി കൊണ്ട് എത്ര ആക്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും ഈ പ്രാകാരം, ഈ കോട്ട അല്ലെങ്കിൽ ഒരു കൊട്ടാരം പോലെയുള്ള ആ ഒരു കോട്ട അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് കണ്ട് തളർന്ന ഭണ്ഡാസുരൻ അവിടുന്ന് ഓടിപ്പോയി. പക്ഷേ എങ്കിലും ദേവന്മാർക്ക് വീണ്ടും അവർക്കും വിഷമം തോന്നി. കാരണം ഇനിയും ഈ ഭണ്ഡാസുരൻ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞ് ദേവന്മാരെ അവിടുത്തെ പൂജകളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ ഹിമാലയ പ്രദേശത്താണ് പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മായാപ്രാകാരം സൃഷ്ടിച്ച് അവിടെയൊക്കെയാണ് വീണ്ടും ഭണ്ഡാസുരൻ വന്നത്. അപ്പോൾ ഭണ്ഡാസുരൻ ഇപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി. അതിനുശേഷം വീണ്ടും ദേവന്മാർ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തിൽ ദേവന്മാർ അവരവരുടെ ശരീരഭാഗങ്ങളെയൊക്കെ മുറിച്ച് ആ ഹോമകുണ്ഡത്തിൽ സമർപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് വന്ന ആ ഒരു യാഗാഗ്നിയിൽ നിന്ന് വന്ന ആ ഒരു തേജപുഞ്ചം, അതിൽ നിന്ന് ലളിതാദേവി ആവിർഭവിച്ചു എന്നും അവിടെ പിന്നെ എല്ലാ ദേവഗണങ്ങളും ബ്രഹ്മാദി ദേവഗണങ്ങൾ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ഭണ്ഡാസുരനെ നശിപ്പിക്കാനായിട്ട് ദേവിയോട് അഭ്യർത്ഥിക്കുകയും ദേവി അവരെ ആശ്വസിപ്പിച്ച് ഭണ്ഡാസുര വധത്തിന് മുതിർന്നു. അതിന് വേണ്ടിയുള്ള ശക്തി സേനാ സമന്വതയായിട്ട് അതിനുള്ള അതിന് ആവശ്യമായ ശക്തി സേനകളെയും കുറിച്ചൊക്കെയാണ് ഇനി കുറേ നാമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാദി മൂർത്തികൾ ദേവിയെ ദർശിക്കാനായിട്ട് എത്തിച്ചേരുകയും ശക്തിസേനാ സമന്വതയായ ദേവി ഭണ്ഡാസുര വധത്തിന് ഒരുങ്ങി. അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം. അതായത് ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത എന്ന് പറയുന്ന ഈ നാമം അതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാമം തന്നെ ലളിതാദേവിയുടെ ആവിർഭാവത്തെ കാണിക്കുന്നു. അപ്പോൾ ലളിതാ പരമേശ്വരി ആവിർഭവിച്ച് ഈ എല്ലാ ദേവന്മാർക്കും തുണയായിട്ട് നിന്നു എന്നും ബ്രഹ്മാദി ദേവഗണങ്ങൾ ദേവിയെ സ്തുതിച്ചു എന്നും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ കുറേ നാമങ്ങളിലുള്ളത്. ദേവിയുടെ ആവിർഭാവവും ദേവിയുടെ ശരീര സൗന്ദര്യവും ഒക്കെ പറയുന്നതാണ് ആദ്യത്തെ കുറേ നാമങ്ങൾ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ഒരു കഥയുടെ ബാക്കിയായിട്ട് അടുത്ത കുറച്ച് നാമങ്ങൾ ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത എന്ന് പറഞ്ഞല്ലോ, ആ ശക്തി ആ ഒരു സേനയെക്കുറിച്ച് പറയുന്നതാണ് ഇനി കുറച്ച് നാമങ്ങൾ. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നവരാത്രി കാലം ആശംസിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ കുട്ടികളിലും ഒക്കെ ഈ ഒരു സമയത്ത് ദേവി പൂജ നടത്തുകയും അതുപോലെ തന്നെ പിന്നെ ചെറിയ രീതിയിലെങ്കിലും വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കുളിച്ച് ശുദ്ധമായി ആ ഒരു പിന്നെ ചെറിയ രീതിയിൽ വ്രതമൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതാണ്. അത് 10 ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് അധികം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ പിന്നെ കുളിച്ച് ശുദ്ധമായി കുറച്ച് നേരം ജപിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ സഹസ്രനാമം, ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലാം. ഇതെല്ലാം ദേവിയുടെ പ്രീതിക്ക് നമ്മളെ പാത്രമാക്കും, അല്ലെങ്കിൽ ദേവി പ്രീതി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പൂജ സമയം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു, ഭഗവാന് സമർപ്പിക്കുന്നു. ഓം തത്സത്.